സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൃദയപൂർവ്വം ലാലേട്ടന്റെ അടിപൊളി മൂവി ഇങ്ങനെ നിറഞ്ഞ സദസ്സിൽ ഇങ്ങനെ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മൂവിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു എന്ന് എനിക്കറിയാം. അതായത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എന്താണ് മൂവി. പിന്നെ ഒരുപാട് പേര് ഓണത്തിന്റെ അവധിയാകട്ടെ എന്ന് കാത്തിരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കൂട്ടറാണെങ്കിൽ കുറച്ച് മഴയൊക്കെ കുറഞ്ഞിട്ട് പോകാം എന്നും വിചാരിക്കുന്നുണ്ട്. പിന്നെ മഴ നമ്മുടെ എന്താ പറയണ്ടേ, മോഹൻലാലിന്റെ സിനിമ ഇറങ്ങിയ അന്നു മുതൽ തന്നെ മഴയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കളക്ഷനെയൊക്കെ ബാധിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം പറയുകയാണ്, മോഹൻലാലിന്റെ ഒരു മൂന്നാമത്തെ ഒരു 100 കോടിയുമാണ് ഈ സിനിമ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് അത്രയും നല്ല ഒരു സിനിമ തന്നെയാണ് ഹൃദയപൂർവ്വം ലാലേട്ടൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ സിനിമയിലേക്കൊന്നും കടക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. അതായത് നമ്മുടെ അശ്വന്ത് കോക്കിന്റെ റിവ്യൂ ഞാൻ കണ്ടു. എന്ത് മനോഹരമായിട്ടാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് നാളുകളായിട്ട് ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന ഒരു വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വന്നത്. അതായത് മിക്ക പടങ്ങൾക്കെന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിച്ച് അതിൽ പിടിച്ച് കയറുന്ന ഒരു പതിവ് നമ്മളെ കോക്കണ്ണനുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ, അതായത് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ കോക്കണ്ണന് വേറൊരു അഭിപ്രായമില്ല. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം നിരീക്ഷിച്ചിട്ട് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കോക്കിന്റെ റിവ്യൂ കണ്ടിട്ട് ചിലപ്പോഴിനി മമ്മൂട്ടി ഫാൻസ് ഒക്കെ ഇളകാനുള്ള ചാൻസും ഉണ്ട്. അതായത് ഇക്കാന്റെ സിനിമ വരുമ്പോൾ മാത്രം എന്താടാ നീ അങ്ങനെ പറയുന്നത്, ഇപ്പൊ മോഹൻലാലിന്റെ സിനിമ വരുമ്പോൾ നീ എന്താ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വരും. ഒരു കാര്യം ഞാൻ പറയാം, അതായത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മലയാള സിനിമയോട് ഒരു അവിഭാജ്യ ഘടകം തന്നെയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തിയേറ്ററുകളായി കഴിഞ്ഞാലും എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആരൊക്കെ വന്നാലും പോയാലും ശരി, മോഹൻലാലിന്റെ തട്ട് താണ് തന്നെ ഇരിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, കോക്കിന്റെ കാര്യത്തിൽ കോക്ക് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് കുറേ നാളുകളായിട്ട് എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ സിനിമയോട് തന്നെ ഒരുതരം പുച്ഛത്തോടു കൂടി സംസാരിക്കുന്ന അശ്വന്ത് കോക്ക് വരെ നല്ലത് പറയണമെങ്കിൽ ആ സിനിമയുടെ മഹത്വം എത്രയായിരിക്കും, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ സംവിധായകൻ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മളെയെല്ലാം വിസ്മയിപ്പിച്ച ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ, അതായത് വേണ്ട വിധത്തിൽ തന്നെ ഉപയോഗിച്ച, തൻ്റെ പല സിനിമകളിലും ഉപയോഗിച്ച നമ്മുടെ മഹാനായ നമ്മുടെ സത്യൻ അന്തിക്കാട് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് സത്യൻ അന്തിക്കാടിൻ്റെ ഒരു സിനിമ വന്നിരുന്നു, അപ്പുണ്ണി എന്നാണ് സിനിമയുടെ പേര്. അതിനകത്ത് ഒരു അമ്മാവനായിട്ട് ഭരത് ഗോപിയും അതുപോലെ തന്നെ അമ്മാവിൻ്റെ മകളായിട്ട് നമ്മുടെ മേനകയും, പിന്നെ എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് അപ്പുണ്ണിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ നെടുമുടി വേണുവും, പിന്നെ മോഹൻലാൽ അതിൻ്റെ അകത്ത് വന്നു പോകുന്ന ഒരു അധ്യാപകനുമാണ്. ഏതായാലും ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് എനിക്ക് തോന്നുന്നത് മോഹൻലാലിൻ്റെ ആ ഒരു ആരംഭഘട്ടത്തിലുള്ള ആ ഒരു അഭിനയവും കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സത്യൻ അന്തിക്കാട് കൃത്യമായിട്ട് ഉപയോഗിച്ച ഒരു സിനിമ തന്നെയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നാടോടിക്കാറ്റ് പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ വന്നു. നമ്മളെല്ലാവരും ആ സിനിമ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അതുപോലെ തന്നെയാണ് ഈ ഒരു സിനിമയിൽ സത്യൻ. അതായത് സത്യനൊന്നും വയസ്സൊന്നും ആവില്ല. സത്യനൊക്കെ എന്ന് പറഞ്ഞാൽ ഇനിയും ഇതുപോലൊരു 50 സിനിമ സത്യൻ്റെ കയ്യിലുണ്ട്. പിന്നെ സത്യൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യൻ അന്തിക്കാട് എന്ന് പറയുന്ന സംവിധായകന് വേണ്ടപ്പെട്ട ചില ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ പിന്നെ ഇന്നസെന്റിനെ പോലെ, KPSC ലളിതയെ പോലെ, ശങ്കരാടിയെ പോലെ, കുതിരവട്ടം പപ്പുവിനെ പോലെ, മാള അരവിന്ദനെ പോലെ ഇങ്ങനെയുള്ള ഒരുപാട് അഭിനേതാക്കളുണ്ട്. ആ അഭിനേതാക്കളുടെ ഒരു കുറവ് സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയിൽ ഉടനീളം കാണാൻ കഴിയും എന്നുള്ളതാണ്. കാരണം സത്യൻ അന്തിക്കാടിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് മുഖങ്ങളുണ്ട് അവിടെ. ആ മുഖങ്ങളൊന്നും കാണാതിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സത്യൻ അന്തിക്കാട് എന്ന് പറയുന്ന നടന് അദ്ദേഹത്തിന് പ്രായമായിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ 2 മക്കൾ സിനിമയിലാണ്. ആ 2 മക്കൾ സംവിധാനം ചെയ്തിട്ടുമുണ്ട്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ആ മക്കൾ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യൻ അന്തിക്കാടിൻ്റെ മക്കളുടെ പടമാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഞാൻ പറയുകയാണ്, ഇത് സത്യൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ അദ്ദേഹത്തിൻ്റെ കലാവിരുത് ഈ പ്രായത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുന്നുണ്ടെങ്കിലില്ലേ,
അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. മറ്റൊരു നടന്മാർക്കോ അല്ലെങ്കിൽ സംവിധായകർക്കോ ഒന്നും കഴിയില്ല. മറ്റു ഒരുപാട് സംവിധായകരുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് പണ്ട് സൂപ്പർ ഹിറ്റുകൾ നിർമ്മിച്ച അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കിയ സംവിധായകർ ഒരുപാടുണ്ട്. അവർക്കൊന്നും കഴിയാത്ത ഒരു മാജിക്ക് തന്നെയാണ് സത്യൻ അന്തിക്കാട് എന്ന് പറയുന്ന ആ ഒരു നടൻ. ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതേ ഞാൻ പറയുള്ളൂ. അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സത്യൻ്റെ സിനിമകൾ കണ്ടതാണ്. പക്ഷെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകൾ അത് തിയേറ്ററിൽ തന്നെ കാണണം. പണ്ടത്തെ മഴവിൽ കാവടി പോലെ അങ്ങനെയുള്ള സിനിമകളാണ് നമ്മളെല്ലാം കണ്ടത്. എന്താ പറയുക, പൊന്മുട്ടയുടെ താറാവ്, അതിലൊക്കെ എന്ന് പറഞ്ഞ അടിയിൽ, ആ പോസ്റ്ററിൻ്റെ അടിയിൽ സത്യൻ അന്തിക്കാട് ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആവേശം തന്നെയായിരുന്നു. ആ ആവേശം തന്നെയാണ് ഇപ്പോഴും ഈ സിനിമയ്ക്ക് ഹൃദയപൂർവ്വത്തിലും മോഹൻലാലിനെ വെച്ച് ഉണ്ടാക്കിയെടുത്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും സത്യന് ബിഗ് സല്യൂട്ട് നൽകുക തന്നെയാണ്. വീണ്ടും നമുക്ക് മോഹൻലാലിലേക്ക് തന്നെ വരാം. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഉണ്ടെങ്കിൽ തിയേറ്ററുകാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാഘോഷം, ഓണായാലും വിഷു ആയാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും അവർക്ക് വളരെ സന്തോഷം തന്നെയാണ്. കാരണം എന്താണ്, അവിടെയുള്ള തൊഴിലാളികൾക്കുള്ള ശമ്പള കുടിശ്ശികകൾ, അതുപോലെ തന്നെ ഓണം ആഘോഷിക്കാനുള്ള ബോണസുകൾ, ഇതെല്ലാം മോഹൻലാലിൻ്റെ സിനിമ കൊണ്ടുതരും എന്നുള്ള ഉത്തമ വിശ്വാസം നമ്മുടെ കേരളത്തിലുള്ള ഈ തിയേറ്റർ മുതലാളിമാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ സിനിമ വരുമ്പോൾ മാത്രം അവരൊരു പ്രത്യേക ആവേശങ്ങളൊക്കെ കാണിക്കും. ആ ഒരു ആവേശം ഇന്ന് എല്ലാ തിയേറ്ററുകളിലും നമ്മൾ കണ്ടു. അതായത് നല്ല മഴയായിരുന്നിട്ട് കൂടി ഇത്രയും ജനങ്ങൾ വരണമെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ്റെ കഴിവ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മോഹൻലാലിന് പകരം വെക്കാൻ ഇനിയൊരാളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. പണ്ടൊക്കെ നമ്മൾ കരുതിയത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഇനി മോഹൻലാലിൻ്റെ യുഗമല്ല, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ യുഗമല്ല, സുരേഷ് ഗോപിയുടെ യുഗമല്ല, ജയറാമിൻ്റേതല്ല എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇവരുടേതായൊരു സ്പേസ് ഉണ്ട്. അതിലെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ മോഹൻലാലിന് തന്നെയാണ്. നമ്മുടെ ലാലേട്ടനെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് ഇടാതെ രൂപം ഇതാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മക്കളെ. അദ്ദേഹം ഒരു വിസ്മയം തന്നെയാണെന്ന് വീണ്ടും 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 ഇങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ഓണക്കാലം നമ്മുടെ സത്യൻ അന്തിക്കാടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മോഹൻലാലും ആൻ്റണി പെരുമ്പാവൂറും തൂക്കി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അടുത്ത 100 കോടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു വർഷം തന്നെ എന്ന് പറഞ്ഞാൽ മോഹൻലാലിന് ഏതായാലും ഈ ഒരു വർഷം തന്നെ എന്ന് പറഞ്ഞാൽ മോഹൻലാലിന് ഒരു ഭാഗ്യവർഷം തന്നെയാണ്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ 100 കോടികളൊക്കെ അടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കും ഒരു വലിയ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ മോഹൻലാലിൻ്റെ സിനിമ വരുമ്പോഴേ നമ്മുടെ തിയേറ്ററുകളൊക്കെ ഉണരുന്ന ഒരു കാഴ്ചയുണ്ട്. ഇപ്പോൾ ഒരു 2-3 മാസം മുമ്പല്ലേ നമ്മൾ കണ്ടതല്ലേ തുടരും എന്ന് പറയുന്ന സിനിമ വന്നു. ആ ഒരു ഓളത്തിലിങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സിനിമ വന്നിരിക്കുന്നത്. അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ആ ടൈറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് തുടരും എന്ന് പറയുന്ന ആ ഒരു സിനിമ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ആരാധകരായാലും എല്ലാവരായി കഴിഞ്ഞാലും എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഹാപ്പിയിൽ തന്നെയാണ്. ഇന്ന് മോഹൻലാലിൻ്റെ സിനിമക്ക് പോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് എല്ലാവരും എന്ന് എനിക്ക് പറയാനുള്ളൂ. ആ തിയേറ്ററിൽ കാണുന്ന ജനസഞ്ചയം, ജനസമുദ്രം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അശ്വന്ത് കോക്കിൻ്റെ ഒരു റിവ്യൂ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ കോക്കണ്ണ, നിങ്ങൾ ഒരുപാട് നാൾ കൂടിയിട്ടാണ് നമ്മുടെ ലാലേട്ടനെ പറ്റിയിട്ട് ഇത്രയൊക്കെ നല്ലത് പറഞ്ഞതെന്ന് എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.